ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ദിവസം പൂതനാമോക്ഷം ആണ് പറഞ്ഞത്. പൂതന മരിച്ച വിവരം കംസൻ അറിഞ്ഞു. എങ്ങനെയായിരിക്കും ഇത്രയും വലിയ രാക്ഷസി മരിച്ചത്? ഒരു കൊച്ചു കുഞ്ഞിന് ഇത്രയും വലിയ രാക്ഷസിയെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക എന്ന് കംസൻ സംശയിച്ചു. അങ്ങനെ അസുരന്മാരെ വിളിച്ച് എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊന്നുകളയാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ശകടൻ എന്ന അസുരൻ അദൃശ്യനായി നന്ദഗൃഹത്തിൽ കയറിപ്പറ്റാനായി ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നന്ദഗോപഗൃഹത്തിൽ ഹോമം നടക്കുകയായിരുന്നു. കുഞ്ഞു കൃഷ്ണന് ബാലാരിഷ്ടകൾ നീക്കാനായിട്ടാണ് ഹോമം നടക്കുന്നത്. ആ സമയത്ത് യശോദാമാതാവ് പുറത്തു വന്ന് കുഞ്ഞിനെ മടിയിലിരുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോയി. കുഞ്ഞ് ഉറങ്ങിയല്ലോ, ഒരിടത്ത് കിടത്തിയിട്ടാവാം എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ഒരിടത്ത് കിടത്തുന്നു. 3-4 ഗോപബാലന്മാരെ കാവലും ഇരുത്തി. അതിനുശേഷം ഹോമം നടക്കുന്ന ഇടത്തേക്ക് പോയി. ആ സമയത്ത് മറഞ്ഞു നിന്നിരുന്ന ശകടാസുരൻ ഇതുതന്നെ പറ്റിയ അവസരം എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ കാളവണ്ടിയാണല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവുക. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ചക്രത്തിൽ ആ അസുരൻ തൻ്റെ മായാശക്തി കൊണ്ട് ആ വണ്ടി ചക്രത്തിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് ആ അസുരന് ശകടാസുരൻ എന്ന പേര് വന്നത്. ആ കാളവണ്ടി പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ഉണ്ണിക്കണ്ണൻ കിടക്കുന്ന ആ ഭാഗത്ത് വന്ന് വട്ടത്തിൽ കറങ്ങി. എന്നിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിക്കത്തക്ക വിധത്തിൽ താഴോട്ട് വീണു. പക്ഷേ ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് തൻ്റെ പിഞ്ചു കാലുകൊണ്ട് കുടഞ്ഞ് കരഞ്ഞു. ആ കരച്ചിലിൽ അങ്ങനെ ആ കാലുകൾ കുടഞ്ഞ് കരയുകയാണെന്ന് അവിടെ ഉള്ളവർക്കെല്ലാം തോന്നും. പക്ഷേ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ പാദം തട്ടിയതും ആ ശകടം തവിട് പൊടിയായി. കുഞ്ഞു ഉണ്ണിക്കണ്ണൻ കാലുകൾ കുടഞ്ഞ് ഒന്ന് കരഞ്ഞതേ ഉള്ളൂ. ആ കാളവണ്ടി തവിട് പൊടിയായി. ഭഗവാൻ കൃഷ്ണൻ്റെ പാദസ്പർശമേറ്റ് ശകടാസുരൻ ചിതറിപ്പോയി. ബഹളമൊക്കെ കേട്ട് എല്ലാവരും ഓടി വന്നപ്പോൾ കുഞ്ഞ് കിടന്ന് കരയുകയാണ്, ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ അടുത്ത് കാവൽ നിർത്തിയ ഗോപബാലന്മാരോട് എന്താണ് ഉണ്ടായത് എന്ന് യശോദാമാതാവ് ചോദിച്ചു. അപ്പോൾ ആ കുട്ടികൾ പറയുകയാണ്, അവിടെ കിടന്ന ആ വണ്ടി മേൽപോട്ട് ഉയർന്ന് വട്ടത്തിൽ കറങ്ങി ഉണ്ണിക്കണ്ണൻ്റെ മേലെ വീഴാനായിട്ട് വന്നു. അപ്പോൾ ഉണ്ണിയുടെ കാൽ തട്ടി ആ ചക്രം തവിട് പൊടിയായി എന്നാണ് ആ ഗോപകുമാരന്മാർ പറഞ്ഞത്. അത് കേട്ട് അത്ഭുതത്തോടു കൂടി യശോദ ഉണ്ണിക്കണ്ണനെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് തൻ്റെ പൊന്നുമോൻ്റെ കാലിൽ മുറിവോ മറ്റോ ആയിട്ടുണ്ടോ എന്ന് നോക്കി. അങ്ങനെ ആ കാളവണ്ടി തകർന്നു വീണു. അതിനെ എടുത്ത് പുറത്തു കൊണ്ടുപോയി കത്തിച്ച് കളയുന്നു. അതാണ് ശകടാസുരൻ്റെ കഥ. ശകടാസുരൻ പോയിട്ട് അവനെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ കംസൻ ചാരന്മാരെ അയച്ച് അന്വേഷിപ്പിക്കുന്നു. ഒരു വിവരവും അറിഞ്ഞതും ഇല്ല. അങ്ങനെ അവിടേക്ക് തൃണാവർത്തൻ എന്ന അസുരനെ അയക്കുന്നു. ആ സമയത്ത് യശോദ ഉണ്ണിക്കണ്ണനെയും കൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിന് ഭാരം വർദ്ധിച്ച് യശോദയ്ക്ക് എടുക്കാനേ ആവുന്നില്ല. അപ്പോൾ യശോദ ഉണ്ണിക്കണ്ണനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തി. അതും ഉണ്ണിക്കണ്ണൻ്റെ ഒരു മായ തന്നെയാണ്. അമ്മയുടെ കയ്യിൽ നിന്നും താഴെ കിടത്താൻ വേണ്ടി ഉണ്ണിക്കണ്ണൻ തൻ്റെ ശരീരത്തിന് ഭാരം തോന്നിപ്പിച്ചു. അങ്ങനെ യശോദ ഉണ്ണിക്കണ്ണനെ താഴെ കിടത്തി. എന്നിട്ട് എന്താണ് എൻ്റെ ഉണ്ണിക്ക് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാ റൂമിൽ പോയി ഭഗവാനോട്
പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി മാറി. ആ ചുഴലിക്കാറ്റ് വന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മേൽപോട്ട് പോയി. ആ ചുഴലിക്കാറ്റിൽ പൊടിയെല്ലാം പറന്ന് എല്ലാവരും കണ്ണുകൾ അടച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് നടക്കുന്നത് എന്ന് ആരും അറിഞ്ഞില്ല. കുഞ്ഞിനെ മേൽപോട്ട് ഉയർത്തിയതും ആരും അറിഞ്ഞില്ല. യശോദ മാത്രം ഓടി വന്ന് കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് നോക്കി. കുഞ്ഞിനെ കാണുന്നില്ല. യശോദ മേലോട്ട് നോക്കിയപ്പോൾ തൻ്റെ പൊന്നുണ്ണി കാറ്റിൽപ്പെട്ട് ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് പൊങ്ങി ആകാശത്തോട്ട് ഉയരുന്നു. അതുകണ്ട് യശോദ കണ്ണാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. അത് കേട്ട് എല്ലാവരും ഓടി വന്നു. എന്നാൽ പൊടി പറന്ന് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചുഴലിക്കാറ്റ് അവസാനിച്ചു. പൊടിയെല്ലാം ഒതുങ്ങി. അപ്പോൾ കാറ്റ് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തൻ്റെ ശരീരത്തിന് ഭാരം വർദ്ധിപ്പിച്ചു. അസുരൻ തളരാൻ തുടങ്ങി. തൃണാവർത്തൻ്റെ കഴുത്തിൽ മുറുക്കെ പിടിച്ച് ഉണ്ണിക്കണ്ണൻ്റെ കൈ വിടുവിക്കാൻ തൃണാവർത്തന് കഴിഞ്ഞില്ല. പിടി മുറുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തൃണാവർത്തൻ എന്ന അസുരൻ ചത്തു വീഴുന്നു. അങ്ങനെ മേലേന്ന് താഴേക്ക് ആ വലിയ അസുരൻ താഴേക്ക് വന്ന് വീഴുന്നു. ഭഗവാൻ കുഞ്ഞു കൃഷ്ണൻ ആ അസുരൻ്റെ കഴുത്തിൽ പിടിവിട്ടില്ല. ആ അസുരൻ താഴേക്ക് പതിച്ചു. ഉണ്ണിക്കണ്ണന് ഒന്നും സംഭവിച്ചില്ല. അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. ഉണ്ണിക്കണ്ണനെ വാരിയെടുത്തു. കരുണാനിധിയായ ഭഗവാൻ മഹാവിഷ്ണു ആണ് തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് യശോദ കൈകൂപ്പി ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്തുകൊണ്ടാണ് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഓരോരോ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിഷമത്തോടെ ഉണ്ണിക്കണ്ണനെ നോക്കി യശോദ പ്രാർത്ഥിക്കുന്നു. ഭഗവാനാണെങ്കിലോ ഉണ്ണിക്കണ്ണനാണെങ്കിലോ ഒന്നും അറിയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. അടുത്ത ഭാഗം ഉണ്ണിക്കണ്ണൻ്റെ പേരിടൽ ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും നാമം ജപിക്കുക. നാമജപം തുടർന്നുകൊണ്ടേയിരിക്കുക. നാമജപം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിലെ കഷ്ടതകളെയെല്ലാം കഴുകിക്കളയാൻ സാധിക്കൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.